പ്രിയമുള്ളവരെ, പത്മശ്രീ ഭരത് സുരേഷ് ഗോപി അവർ ഇതാ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, വികസനരംഗത്ത് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കാടിനാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് അദ്ദേഹം നമ്മെ നേരിൽ കാണാൻ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു വിദ്യാർത്ഥികൾക്ക് 8 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് വിദ്യാഭ്യാസ സൗകര്യമുള്ളത്. യഥാർത്ഥ യോഗ്യമുള്ള ഒരു റോഡ് പോലും ഈ പ്രദേശത്ത് ആർക്കുമില്ല. മാത്രമല്ല, അരുവികളിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അതാണ് ഇപ്പോഴും ഈ 13-14 വാർഡുകളിലെ ജലം 13-14 വാർഡുകളിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ അരുവികളിലെ ജലം ഇല്ലാതായാൽ ഈ പ്രദേശത്തെ ആർക്കും തന്നെ 12-13 വാർഡുകളിൽ കുടിവെള്ളം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അവികസിതമായ പ്രദേശം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാനം മാറി മാറി ഭരിച്ചിട്ടും ഈ കണ്ണവം മേഖലയിലെ, കണ്ണവം കോളനി മേഖലയിലെ 12-13 വാർഡുകളിലെ ജനങ്ങളോട് അവഗണനയാണ് കാട്ടിയത്. അതുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഈ അവസരത്തിൽ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക്, ഈ കണ്ണവം പ്രദേശത്തെ ഞാനിവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് സത്യത്തിൽ ഒരു പ്രചരണ പരിപാടിക്കായിട്ടല്ല. പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന വഴിക്ക് ഇതില് ഒന്ന് കയറണം, എല്ലാവർക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് അമ്മമാർ ഒരുപാട് പേര് കാണണമെന്ന് പറഞ്ഞു. അത് മാനിച്ച് ഇങ്ങനൊരു വേദി ഉണ്ടാവും, സംസാരിക്കേണ്ടി വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഈ പ്രദേശത്തിന്റെ ഒരു പശ്ചാത്തലം ഗോത്രവർഗക്കാരും SC വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ ഉള്ള ഒരു പ്രദേശം. ഇവിടുത്തെ വിഷയങ്ങളെല്ലാം പുതുതായിട്ടാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണദാസ് ഇവിടെ നിന്ന് പറയുമ്പോഴാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. പക്ഷെ വിഭിന്നമല്ല കേരളത്തിന്റെ ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ ദാരുണമായ പ്രദേശങ്ങളുണ്ട്. അട്ടപ്പാടി എന്ന് പറഞ്ഞ എല്ലാവർക്കും നെഞ്ചത്തിടിച്ച് വിളിക്കാൻ രാഷ്ട്രീയക്കാർക്ക് വലിയ താല്പര്യമാണ്. പക്ഷെ അട്ടപ്പാടിയിൽ ഞാനൊരു സിനിമാ നടനായിരിക്കുന്ന കാലത്ത് നിരന്തരം പോയിരുന്ന ഒരു ഇടമാണ്. അവിടെ ഇപ്പോഴും കുഞ്ചിയൂർ എന്ന് പറയുന്ന ഗ്രാമം ഒരു ചാരായം വാറ്റ് പ്രവണത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ഞാൻ മനോരമ പത്രവുമായി ചേർന്ന് അവിടെ ഒരു പരിപാടി നടത്തിയതിന്റെ പേരിൽ അവിടുത്തെ കുട്ടികൾ വാറ്റിനുള്ള യന്ത്രങ്ങളൊക്കെ കലമൊക്കെ ഒട്ടയ്ക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു പദ്ധതി അവിടെ തുടങ്ങി വെച്ചതിന്റെ പേരിൽ അവിടെ ഈ കള്ളവാറ്റിൽ നിന്ന് മുക്തരായി വരുവാൻ തുടങ്ങിയപ്പോൾ കൊഞ്ചിയൂർ ഗ്രാമത്തിന് പിന്നെ അവര് പേരിട്ടത് സുരേഷ് ഗോപി ഗ്രാമം എന്നാണ്. അപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായി അട്ടപ്പാടിയുമായിട്ട് അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്നെ 2016 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനു ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വേണമെന്ന് എന്നോടൊരു ഓപ്ഷൻ നമ്മുടെ അങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞത് എനിക്ക് ട്രൈബൽ വകുപ്പിൽ കിട്ടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ട്രൈബൽ വകുപ്പിൽ അങ്ങനെ സാധാരണ ആ ഗോത്രവർഗത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ആ വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് അവിടെ പ്രോമിനൻസ് കൊടുക്കുന്നത്.
അവർക്കാണ് കൂടുതൽ ആ കമ്മിറ്റികളിലേക്ക് സ്ഥാനം കൊടുക്കുന്നത്. പക്ഷെ എന്തോ ദൈവനിശ്ചയം പോലെ ആദിവാസി അല്ലാത്ത ഒരാൾ ഇന്ന് ട്രൈബൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ പാർലമെന്റിലുണ്ടെങ്കിൽ അത് ഞാനാണ്. ഒരു മീറ്റിംഗാണ്, കോവിഡൊക്കെ ആയി പോയത് കൊണ്ട് ഒരു 4-5 മീറ്റിംഗ് നടത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ പുതിയ നരേന്ദ്രമോദി സർക്കാർ 2019 സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയതിന് ശേഷം എൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ട്രൈബലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട് എന്താണെന്നുള്ളത് അതിനു മുമ്പ് തന്നെ അറിയാം. പക്ഷെ ഞാൻ ആ മീറ്റിംഗിൽ പ്രധാനമായിട്ട് ആക്രമിച്ചത് ഉദ്യോഗസ്ഥരെയാണ്. നിങ്ങൾ AC മുറിയിൽ ഇരുന്നു കൊണ്ട് അവലോകനം നടത്തിയാൽ അവലോകനം നടത്താൻ വേണ്ടി നിങ്ങളെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നുവോ അവരാരും നിങ്ങൾക്ക് യഥാർത്ഥമായ ഗ്രൗണ്ട് റിയാലിറ്റി, യാഥാർത്ഥ്യം, മണ്ണിലെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ആ ലഭ്യതയില്ലായ്മയുടെ പുറത്താണ് ഇന്ത്യയിലെ മുഴുവൻ ആദിവാസികളുടെയും അവസ്ഥ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ത്വരിത വേഗത്തിൽ എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം കള്ളത്തരമാണ്. എൻ്റെ സ്പീച്ച് നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അവിടെ ചോദിച്ചാൽ കിട്ടേണ്ടതാണ്. ഒരു 25-30 മിനിറ്റ് വർത്താനമാണ്, സ്പീച്ചല്ല, പ്രസംഗമല്ല. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആദിവാസികൾ മുഴുവൻ കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കൃത്യമായിട്ട് വിഷയങ്ങളെ സംബന്ധിച്ച് ഭരണവർഗത്തിൻ്റെ ഒരു മനസ്സടക്കൽ, കണ്ണടക്കലല്ല, മനസ്സടക്കൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പ്രീണനം എന്ന് പറഞ്ഞ ഏതൊക്കെ പ്രദേശങ്ങളിലേക്കാണ് വഴിവിട്ട്, ഒരുപക്ഷെ നിങ്ങളുടെയും കൂടെ പണമായിരിക്കാം ചിലപ്പോൾ പ്രീണനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തച്ചുടയ്ക്കണം. അതേത് സർക്കാരായാലും അത് തച്ചുടയ്ക്കപ്പെടേണ്ടത് തന്നെയാണ്. ആദിവാസി മേഖലയിലേക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയണം. ഈ ഒരു വർഷം എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് അങ്ങ് ഒരു റബ്ബർ വെച്ച് തൂത്ത് കളഞ്ഞ പോലെ പോയിരിക്കുകയാണ്. ഉറപ്പായിട്ടും അവശേഷിക്കുന്ന 1.5 വർഷം കൊണ്ട് ഒരുപടി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണവം എന്ന് പറയുന്നത് സത്യത്തിൽ ആദിവാസികളുടെ ഒരു മേഖല എന്ന നിലയ്ക്ക് ഒരിക്കലും കണക്കെടുപ്പിൽ വന്നിട്ടില്ല. ഞാൻ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ തന്നെ ജില്ലാ പ്രസിഡന്റുമാര് വഴി വിരണം അപേക്ഷ എന്ന് പറഞ്ഞത് കൊണ്ടുപിടിച്ച് ചിലര് അമ്പും മുനയും വിഷവും ഒക്കെ തേച്ചിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അങ്ങ് സ്വന്തം കുടുംബത്തിലോട്ടേ ചെല്ലത്തുള്ളൂ. ആ അമ്പും മുനയും ഒക്കെ അതൊരു സംവിധാനമാണ്, അതൊരു അച്ചടക്കമുള്ള സംവിധാനമാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രളയ ഫണ്ടിന് കിറ്റുണ്ടാക്കി കൊടുത്തപ്പോ അതിനകത്തുനിന്ന് ശർക്കര വരെ അടിച്ചു മാറ്റിയ പ്രവണത ഈ അച്ചടക്കത്തിനില്ല. അത് കൃത്യമായിട്ട് എന്താണ് അങ്ങനെ ജില്ലാ പ്രസിഡന്റുമാര് വഴി വന്ന അപേക്ഷകൾ, ആ അപേക്ഷകളിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത്, ആർക്കൊക്കെയാണ്, ആ ആൾക്കാരുടെ ജാതി എന്തൊക്കെയാണ്. നിങ്ങൾ ജാതി ഭ്രാന്തുണ്ടെങ്കിൽ നിങ്ങൾ ആ കണക്കെടുത്തോളൂ. ഞങ്ങൾക്കില്ല ആ കണക്ക്. ഞങ്ങൾ മനുഷ്യരെ നോക്കിയിട്ടുള്ളൂ. അഭിമന്യുവിന് ആരാ കൊന്നത്? മഹാരാജാസ് കോളേജിലെ ആ അമ്മ എന്താ കരഞ്ഞത്? ഞാൻ പെറ്റ മകനെ. ആ അഭിമന്യുവിന്റെ നാട് കാണാൻ ചെന്നപ്പോ അവിടെ മാസങ്ങൾക്ക് മുമ്പ് ജൂൺ മാസത്തിലാണ് ഞാൻ കാണാൻ ചെല്ലുന്നത്, ജൂൺ ജൂലൈ. ഏപ്രിൽ മാസത്തിൽ ഏതാണ്ട് 28 പേര് മരണത്തിന്റെ വക്ക് വരെ എത്തി തിരിച്ചു വന്നതാണ്. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, വെള്ളത്തില് മലിനീകരണം, കുടിവെള്ളം വേണമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണം ഇല്ല. 13 പേരുള്ള 18 പേരുള്ള ഒരു പഞ്ചായത്തിൽ 4 പേര് 5 പേരാണ് നമ്മുടെ ആൾക്കാർ.
എങ്ങനെ അവിടെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും? ആ പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കിയിലെ എന്റെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ചു. ആ ജില്ലാ പ്രസിഡന്റ് 6 മാസം കളക്ടറുടെ ഓഫീസിൽ കയറി ഇറങ്ങി. 3 കളക്ടർമാർ മാറി മാറി വന്നു. 3 പേരും നമ്മളെ സഹായിച്ചു. 3 കളക്ടർമാരും ഭീകരമായി സഹായിച്ചു. അതുകൊണ്ടാണ് 6-ാം മാസം പണി തുടങ്ങാൻ പറ്റിയതും 1.5 വർഷമായപ്പോ 87 ലക്ഷം രൂപയ്ക്ക് 5 അല്ല 7 വാർഡുകളെ ഊട്ടുന്ന അവരുടെ തൊള്ള നനയ്ക്കുന്ന ജലം, ശുദ്ധജലം എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി വന്ന അപേക്ഷയും നടപ്പിലാക്കലുമാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് വേണമെങ്കിൽ ആ വാക്ക് മാത്രമാണ് നിങ്ങൾക്ക് സുപരിചിതമെങ്കിൽ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ 14 ജില്ലയിലെയും 14 പ്രസിഡന്റുമാരും ഈ അച്ചടക്കത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംഗതി എല്ലാവരുടെയും പൈസയാണ്. MP ആണ്. ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. ജനങ്ങൾക്കാണ് എത്തിച്ചു കൊടുത്തത്. ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് മാർഗം അത് ശാസ്ത്രീയമാവണമെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക. ഞാൻ കണ്ട സത്യസന്ധമായ മാർഗമാണിത്. ആ വെള്ളം കൊടുത്ത പ്രോജക്റ്റിൽ നിന്ന് 1 പൈസ എന്റെ പാർട്ടി പ്രവർത്തകർ കൊണ്ടുപോയി എന്ന് നിങ്ങൾ തെളിയിക്ക്. തൂക്കിക്കൊന്നു. ഇതൊക്കെ കള്ളന്മാരോട് ഇതെങ്ങാനും പറഞ്ഞാൽ മനസ്സിലാവുക. ഇത് കള്ളന്മാരല്ല, തൊരപ്പന്മാരാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. കുട്ടനാട്ടില് കർഷകർക്ക് ജലത്തിന്റെ വരവും പോക്കും, ജലം വന്ന് ഉപയോഗിച്ച് പോകുന്ന മാർഗവും കൂടെ കൃത്യമായില്ലെങ്കിലാണ് വെള്ളക്കെട്ടായി പോകുന്നത്, കൃഷി നശിക്കുന്നത്. ഇനി കൃഷി എടുപ്പ് കഴിഞ്ഞ് ആ നെല്ല് നനവേറ്റ് മുളയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ അന്നപാത്രത്തിലെത്തണം. അതിനെന്ത് സംവിധാനമായി സർക്കാർ ചെയ്തിട്ടുള്ള? കേരളത്തിലെ നെല്ലറകളിൽ എവിടെയെങ്കിലും അവിടുന്ന് വാങ്ങുന്നു 32 രൂപ കൊടുക്കും, 26 രൂപ കൊടുക്കും എന്നൊക്കെ പറയും. എല്ലാ മഴയും വരുന്ന സമയത്ത് കാർമേഘം ചൂണ്ടി കണ്ണിൽ കാർമേഘം കയറിയ കർഷകന്റെ നിലവിളി നമ്മൾ ചാനലിൽ കാണുന്നുണ്ട്. 1 മാസം മുമ്പ് മാതൃഭൂമി ചാനലിൽ ഞാൻ കണ്ടതാണ്. സർക്കാർ എടുക്കുമെന്ന് പറഞ്ഞു, എടുത്തില്ല. മഴ പെയ്താൽ ഇത് മുളയ്ക്കും, മുളച്ചാൽ നമുക്ക് തൊള്ളയിലേക്ക് ഇറങ്ങില്ല, ഇത് പിന്നെ പാടത്തേക്ക് വിതയ്ക്കാനേ പറ്റൂ, ഇത് ഞാറായി മാറും. ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഈ ദ്രവിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണോ കർഷകന് വേണ്ടി ഇന്ന് സമരം ചെയ്യാൻ നിൽക്കുന്നത്? വിഷയങ്ങൾ ഒരുപാട്. ഞാൻ ജനങ്ങളെ കുറ്റം പറയും. നിങ്ങൾ യഥാർത്ഥമായി, നമുക്ക് ഒരു അടിമത്തവും പാടില്ല ഒരു രാഷ്ട്രീയത്തോടും, എന്റെ രാഷ്ട്രീയത്തോടും വേണ്ട. എന്താണ് നിർവഹണം? എന്താണ് ചെയ്വനകൾ? ആ ചെയ്വനകളെ നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുക. നിങ്ങളെ ദ്രോഹിച്ചവന് മുട്ടുകാല് തല്ലി ഓടിക്കണം. ആ ദ്രോഹിച്ചവൻ ആരാണെന്ന് കണ്ടെത്ത് മുട്ടുകാല് തല്ലിയെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതാണ് അവസരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ല, നിങ്ങളുടെയാണ്. നിങ്ങൾക്കാണ് അവസരം കൈവന്നിരിക്കുന്നത്. കൃത്യമായി ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചുട്ട മറുപടി നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ജനാധിപത്യ മര്യാദ നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ രീതിയിലൂടെ അവരുടെ തണ്ടലും മുട്ടുകാലും തല്ലിയൊടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് സംഭവിക്കട്ടെ. ഇവിടെ ഇതല്ലേ ഇവിടെ 4 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 10-ാം വാർഡിൽ KK വിനോദൻ, 11-ാം വാർഡിൽ നിഷ K, 12-ാം വാർഡിൽ ചന്ദ്രിക MP, 13-ാം വാർഡിൽ റീന N, പിന്നെ പ്രസീത, അരുന്ധതി ചന്ദ്രൻ,
സവിത, രജീഷ് നരിക്കോട്, ഇത്രയും പേർ ജയിപ്പിച്ച് തരണം, ജയിപ്പിച്ച് തന്നെ പറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ നോക്കാം. അതിപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ടല്ല ഞാൻ വന്നത്. ഇവിടെ ഞാൻ വന്ന വിഷയം അത് കൃത്യമായി എന്റെ ജില്ലാ പ്രസിഡന്റ് വഴി നിങ്ങൾ അപേക്ഷകൾ അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി ക്രോഡീകരിച്ച ഒരു അപേക്ഷ എന്റെ ഓഫീസിൽ എത്തിക്കുക. ട്രൈബൽ വകുപ്പിൽ അതിന് സമ്മർദ്ദം ചെലുത്തി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഒരു വാഗ്ദാനവും തരില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ചെയ്തതെല്ലാം വാഗ്ദാനമാണ്, ചെയ്തതാണ് വാഗ്ദാനം. അത് സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. താമരചിഹ്നം മറക്കാതിരിക്കുക എന്നല്ല, താമരചിഹ്നം മാത്രം ഓർത്താൽ മതി. വന്ദേ മാതരം.